പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള അഡ്മിഷൻ്റെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയിരിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ച ദിവസം എല്ലാവർക്കും അറിയാം. ജൂൺ 13-ന് അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ആദ്യം ജൂൺ 22 ഇപ്പോൾ ജൂൺ 28 മാറ്റിയിട്ടുണ്ട്. ജൂൺ 28-ന് അപേക്ഷ സമർപ്പണം കഴിഞ്ഞാൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് ജൂലൈ 4-ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ എഡിറ്റിങ്ങിനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കും. എഡിറ്റിങ്ങിൻ്റെ അവസരം 4/2024 മുതൽ 6/2024 വൈകുന്നേരം 5 മണി വരെയാണ് എഡിറ്റിംഗ് പൊതുവേ ഉണ്ടാവാറുള്ളത്. അതിലെ നിങ്ങളുടെ ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരമാണ് ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ ഈ വർഷം അതിൻ്റെ കൂടെ തന്നെ മറ്റെന്തെങ്കിലും എഡിറ്റിങ്ങുള്ള അവസരം കൂടി നൽകാനുള്ള സാധ്യതയുണ്ട്. ഡിഗ്രിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അത് നൽകാനുള്ള സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. നെക്സ്റ്റ്, ഫോർവേഡിംഗ് ഓഫ് കമ്മ്യൂണിറ്റി PWD TLM കോട്ട ലിസ്റ്റ് ആൻഡ് അതർ അപ്ലൈഡ് റാങ്ക് ലിസ്റ്റ് ബൈ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? കമ്മ്യൂണിറ്റി കോട്ട, PWD കോട്ട, TLM കോട്ട ലിസ്റ്റ്, അതർ അപ്ലൈഡ് റാങ്ക് ലിസ്റ്റുകൾ എന്ത് ചെയ്യും? 9/2024-ന് കോളേജുകൾക്ക് നൽകും. കോളേജുകൾക്കത് ഫോർവേഡ് ചെയ്യും. ലിങ്ക് ഫോർ നോൺ BA ഇംഗ്ലീഷ് കാൻഡിഡേറ്റ് ടു പ്രൊവൈഡ് അറ്റൻഡൻസ് ഓഫ് കൺഫർമേഷൻ ഫോർ MA ഇംഗ്ലീഷ് എൻട്രൻസ് എക്സാമിനേഷൻ. വിദ്യാർത്ഥികൾ BA ഇംഗ്ലീഷ് അല്ലാത്ത മറ്റു കോഴ്സുകൾ പഠിച്ചിട്ട് MA ഇംഗ്ലീഷിന് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്. അതിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കൺഫേം ചെയ്യാനുള്ള ലിങ്ക് 9/2024-നും 10/2024-നും ലഭ്യമായിരിക്കും. 11-ാം തീയതി ജൂലൈ 11-ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ടു കൺഫേം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം മാൻഡേറ്ററി ഫീ അടച്ചാൽ മതി. അഡ്മിഷൻ്റെ കാര്യം യൂണിവേഴ്സിറ്റി പറയുന്നില്ല. നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ അടക്കാനുള്ള സമയമാണ് 11/2024 മുതൽ 14/2024 വരെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള സമയം. മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്ത് പോകുന്നതാണ്. അത് ഓരോ അലോട്ട്മെൻറ്റ് സമയത്തും നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഇത് എത്തിക്കും. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ഓഫ് കാൻഡിഡേറ്റ് അണ്ടർ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ കമ്മ്യൂണിറ്റി കോട്ട ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അതിൽ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്യാനുള്ള സമയമാണ് 11/2024 മുതൽ 14/2024 വരെ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം 17-ാം തീയതി ജൂലൈ 17-ന് എന്ത് ചെയ്യും? സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ് 17/2024 മുതൽ 22/2024 വരെ. മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റിനും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ്. വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കേണ്ടതാണ്. എല്ലാ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതും ഈ ദിവസങ്ങളിലാണ്. 17-ാം തീയതി പബ്ലിക്കേഷൻ ഓഫ് സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് അന്ന് പബ്ലിഷ് ചെയ്യും. കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് PWD TLM സ്പോർട്സ് കോട്ട അതർ റാങ്ക് ലിസ്റ്റ് ബേസ്ഡ് അഡ്മിഷന് 17/2024 മുതൽ 22/2024 വരെ നടക്കുന്നതാണ്. ഇനി കമൻസ്മെൻറ്റ് ഓഫ് ക്ലാസ് തുടങ്ങുന്നത് ജൂലൈ 22-ന് ക്ലാസ് തുടങ്ങും. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് 19/9/2024 വരെയാണ്. ഇനി വേക്കൻ്റായിട്ട് സീറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാനുള്ള അലോട്ട്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ 22-ാം തീയതിക്ക് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിൻ്റെ കാര്യങ്ങൾ പുറത്തിറക്കും. ആ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.